എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ. എന്നോട് മകൻ വന്ന് പറഞ്ഞു ഈസ്റ്ററിനെ കുറിച്ച് 2 വാക്ക് പറയണമെന്ന്. ഈസ്റ്ററിനെ കുറിച്ച് അറിയത്തില്ലാത്തവരാരുമില്ലെങ്കിൽ പോലും ഞാൻ പറയും, കർത്താവിനെ അറിയാത്തവരും ഈസ്റ്ററിൻ്റെ മധുരം എന്താണെന്ന് മനസ്സിലാക്കാത്തവരുമായ ലക്ഷോപലക്ഷങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. പറുദീസയിൽ ദൈവത്തോട് കൂടിയായിരുന്ന മനുഷ്യൻ, തമ്പുരാൻ്റെ കരം പിടിച്ച് ഉലാത്തിയിരുന്ന മനുഷ്യൻ, ഒന്നിനും കുറവില്ലാതിരുന്ന മനുഷ്യൻ, അവർക്കൊരു നിബന്ധന കൊടുത്തു, മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുവാൻ വേണ്ടി മാത്രം ഒന്നേ ഒന്ന്, നന്മതിന്മകളെ തിരിച്ചറിയുന്ന അറിവിൻ്റെ വൃക്ഷത്തിൽ നീ ഭക്ഷിക്കരുതെന്ന് മാത്രം, ബാക്കിയെല്ലാം നിനക്കുള്ളതാ, സർവ്വതും നിന്റേതാ എന്ന് പറഞ്ഞ് പറുദീസ മുഴുവൻ ആരത്തിനെ യഹോവയെ ഏൽപ്പിച്ചു. അങ്ങനെ മുമ്പോട്ട് പോയപ്പോഴാണ് ഒരു ദിവസം സായാഹ്നത്തിൽ സർവശക്തനായ ദൈവം ആദിപിതാക്കളുടെ കൂടെ ഒലാത്താനായിട്ട് കടന്നു വന്നപ്പോൾ അതാ ആരത്ത് യഹോവയും വെട്ടപ്പം അവർ കയറി ഒളിച്ചു കളഞ്ഞു. എന്നും ഓടി വരുന്ന മക്കള് ഒരു ദിവസം ഓടി ഒളിക്കുക. കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ കർത്താവ് സർവശക്തനായ ദൈവം യാവേ എന്നാണ് പറയുന്നത്. അവരോട് ചോദിച്ചു, എന്തു പറ്റി നിനക്ക്? എനിക്ക് ലജ്ജ തോന്നുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാകും, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല. കാരണം അവർക്ക് നന്മതിന്മകളെ തിരിച്ചറിയുന്ന അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കണ്ടിച്ചാൽ നിങ്ങൾ പാപത്തിൻ്റെ ബന്ധനങ്ങളിലായി പോകും, നിങ്ങളുടെ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ ആദം പറഞ്ഞു, നീ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്നും തൊടാൻ പാടില്ലെന്ന് പറഞ്ഞ ആ വൃക്ഷത്തിൻ്റെ ഫലം ഞാൻ ഭക്ഷിച്ചു പോയി. എന്തുകൊണ്ട് നീ അത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ എനിക്ക് പങ്കുകാരിയായി തന്ന അവളാണ് എനിക്കിത് തന്നത്, അവളാണ് എന്നോട് ഇതിന് കാരണമാക്കിയതെന്ന് പറഞ്ഞപ്പോൾ അവളോട് ചോദിച്ചു, എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തു? അവൾ പറഞ്ഞു, സാത്താൻ എന്നെ വഞ്ചിച്ചു. പഴിചാരുന്ന മനുഷ്യൻ സാത്താനോട് ചോദിച്ചു, സാത്താനെയും ദൈവം ശിക്ഷിക്കുക എല്ലാവരെയും. സാത്താൻ്റെ പറഞ്ഞ് ഇനിയും നിലത്ത് ഉരസ് നടന്നോളാൻ പറഞ്ഞു. ആരത്തിനെ യഹോവയും പറുദീസായും ചാടിച്ചെങ്കിൽ അവർ പുറത്ത് ചാടിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ കഷ്ടപ്പെട്ട് നെറ്റിയിൽ വേർപ്പ് കൂടെ ഭക്ഷണം കഴിച്ചു കൊള്ളാൻ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷിപ്പാനായിട്ട് നീ നിന്റെ അധ്വാനം കഷ്ടപ്പെട്ട് നീ വേല ചെയ്ത് ജീവിക്കാനായിട്ട് പറഞ്ഞ് ആദ്യം അവരെ പുറത്തേക്ക് വിടുകയാണ്. പക്ഷെ ദൈവം അവരെ ശിക്ഷിച്ചെങ്കിൽ പോലും സ്വർഗകവാടങ്ങൾ തുറന്നു കിടന്നിരുന്ന സ്വർഗകവാടങ്ങൾ എന്നുമായി തുറന്നിരുന്നത് അടയ്ക്കപ്പെട്ടുവെങ്കിൽ പോലും ദൈവം അവരെ പരിച്ഛേദം ഒഴിവേക്ഷിക്കാൻ തയ്യാറായില്ല. പിതാവിൻ്റെ പൊന്നോമന പുത്രനായ യേശുവിനെ എല്ലാ സൃഷ്ടികൾക്കും എല്ലാം നാന്ദിയായി നിന്ന ദൈവപുത്രനായ യേശുവിനെ അവർക്ക് രക്ഷകനായി അയക്കുവാൻ തീരുമാനമായിക്കൊണ്ട് സർവശക്തനായ ദൈവം അവരെ പരിച്ഛേദം ശിക്ഷിച്ചൊഴിവാക്കാതെ അവർക്ക് രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നതും, പിന്നീട് ആ രക്ഷകൻ ലോകത്തിലേക്ക് കടന്നു വന്ന മനുഷ്യൻ തിന്മയിലേക്കും തിന്മയുടെ സ്വാധീനത്തിലേക്കും കഴുതു വീണ മനുഷ്യൻ തിന്മയുടെ സ്വാധീനത്തിലേക്ക് വഴുതി വീണു എന്ന് പറയുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് നോക്കി നീതിമാന്മാരെ ആരെയും കണ്ടില്ല, ഒരുവൻ പോലുമില്ല, സർവർക്കും തെറ്റുപറ്റിയിരിക്കുന്നുവെന്ന് സങ്കീർത്തന പുസ്തകങ്ങളിലും അതുപോലെ റോമാലേഖനത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ പാപത്തിലാണ്. പാപമില്ലാതെ ഒരാൾക്കും നീതീകരിക്കപ്പെടാനായിട്ട് ആർക്കുമില്ല. കാരണം സർവരും തെറ്റ് ചെയ്തു പോകുന്നു, പാപത്തിലേക്ക് വഴുതി വീഴുന്നു. അതിൻ്റെ രക്ഷയ്ക്കായിട്ടാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ പൊന്നോമന പുത്രനായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് മനുഷ്യനോടൊപ്പം ജീവിച്ച് മനുഷ്യരുടെ കൂടെയായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം എന്തുമാത്രം വലുതാണെന്ന് ബോധ്യപ്പെടുത്തി ദൈവം മനുഷ്യനെ ശിക്ഷിക്കാതെ സ്വന്തമാക്കിയെടുക്കാൻ, മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ദൈവമെടുത്ത തത്രപ്പാടിൻ്റെ പൂർത്തീകരണം ഗാകുൽ താമരയിൽ അവസാനത്തുള്ള രക്തവും ചിന്തി മനുഷ്യന് വേണ്ടി അവസാനം ഒരൊറ്റ വാക്ക് പറഞ്ഞു, പിതാവെ, ഈ കുഞ്ഞുങ്ങളെ ചെയ്യുന്നത് എന്തുവാണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണത സ്വർഗത്തിൽ അവിടെ രാഗുത്തായിൽ അവതരിപ്പിക്കുക. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിപൂർണത ക്ഷമിക്കുന്നതാണെന്ന് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് വ്യവസ്ഥയില്ലാതെ മനുഷ്യനെ സ്വന്തമാക്കിയ സ്നേഹത്തിൻ്റെ പരിപൂർണത വെളിപ്പെടുത്തുകയാണ്. അതിനുശേഷം കർത്താവ് സർവശക്തനായ ദൈവം പറയുന്നുണ്ട്, കൂടെ ഉണ്ടായിരുന്ന ഇടത്ത് വലതുവശത്ത് കിടന്ന നല്ല കള്ളനോട് 2 പേര് കർത്താവിൻ്റെ ഇടത്തും വലത്തുമുണ്ട് കുരിശിൽ. നമുക്കറിയാം. വലത്തെ കള്ളൻ പറഞ്ഞു, ജീവിതത്തിൽ മുഴുവൻ മോഷണത്തിൻ്റെ രാജാവായിരുന്നവൻ, അവൻ കർത്താവിലേക്ക് തിരിഞ്ഞുകൊണ്ടൊരു വാക്ക് പറഞ്ഞു, നിന്റെ രാജ്യത്തിലെത്തുമ്പോൾ നീ എന്നെയും ഓർക്കണമേ എന്ന്. കർത്താവ് ഒറ്റ വാക്ക് പറഞ്ഞു, നീ നിന്നോടുകൂടി പറുദീസിലായിരിക്കും. ഇത് ഞാൻ ഈ ഒറ്റ കാര്യം ഇൻസിഡൻറ്റ് ഇപ്പം പറഞ്ഞൊരു കാര്യം, നീ ആരുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, എങ്ങനെയുമായിരുന്നു കൊള്ളട്ടെ, നീ രക്ഷിച്ച വലിയൊരു സ്നേഹത്തിൻ്റെ കഥ, അതിൻ്റെ പൂർത്തീകരണം
പുത്രനായ യേശു ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ്, നല്ല കള്ളൻ, നീ ഇന്ന് എന്നോട് കൂടി പറുദീസയിലായിരിക്കും എന്ന് പറഞ്ഞെങ്കിൽ, കള്ളന് ജീവിതം മുഴുവൻ കള്ളവും വേണ്ടാധീനങ്ങളുമായി ജീവിച്ചിട്ട് മനുഷ്യന് സ്വർഗം തുറന്നു കൊടുത്തുവെങ്കിൽ, നീ ഇന്ന് എന്നോട് കൂടി ആയിരിക്കും എന്ന് പറഞ്ഞുവെങ്കിൽ, യേശുവിനോട് കൂടിയായിരിക്കുന്നതാ സ്വർഗീയത. അങ്ങനെയെങ്കിൽ സ്വർഗം ലഭിച്ച പുത്രനായ യേശു ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് ഈ വാക്കേറ്റ് പറഞ്ഞപ്പോൾ നല്ല കള്ളനോട് ക്ഷമിച്ചുവെങ്കിൽ, എന്നോടും നിന്നോടും എനിക്കും നിനക്കും ഒരൊറ്റ ഉപാധിയുള്ളത്, ആര് തന്നെ നീ ആയിരുന്നു കൊള്ളട്ടെ, നീ ഏതെല്ലാം അവസ്ഥകളായിരുന്നു കൊള്ളട്ടെ, നിന്റെ ഒരു അവസ്ഥയും മൈൻഡ് ചെയ്യാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കാൻ നീ തയ്യാറാകുന്ന ഈ നിമിഷം സ്വർഗത്തിൽ പുത്രനോടുകൂടി പറുദീസയിലായിരിക്കുമെന്ന് പറഞ്ഞത് നല്ലവണ്ണം പറഞ്ഞ വചനം നിന്നോടും അന്വർത്ഥമാക്കുകയാണ്. അതിൻ്റെ ഓർമ്മയുടെ പൂർത്തീകരണമാണ് പുത്രൻ ഉദ്യത്തിന് മരിച്ചു മാത്രമല്ല 3-ാം ദിവസം ഉയർത്തെണീറ്റത്. അങ്ങനെ ഉയർത്തെണീറ്റ യേശുവിനോടൊപ്പം കൂടിയായിത്തീരുന്ന നല്ലകള്ളൻ്റെ മധുരം ആസ്വദിക്കാൻ എനിക്കും നിനക്കും തരുന്ന സ്വർഗീയതയുടെ അതിസുന്ദരമായ നിമിഷമാണിത്. അതാണ് ഈശ്വരൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നിലും നിന്നിലേക്കും കർത്താവ് കടന്നു വന്ന്, ഞാൻ തെറ്റുപറ്റി എന്നുള്ള ബോധ്യത്തോടു കൂടി നല്ലകള്ളനെ പോലെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്നവന് ഞാൻ നിന്നോടുകൂടി പറുദീസയിലാണെന്ന് പറഞ്ഞ വചനത്തിൻ്റെ പൂർത്തീകരണം മാത്രമല്ല, എന്നെയും നിന്നെയും പറുദീസയിലാക്കി തീർക്കുന്ന കർത്താവിനെ ഹൃദയത്തിലിരുത്തി എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നെങ്കിൽ, ഈശോയെ കാണുന്നവൻ പിതാവിനെയും പുത്രനെയുമാണ് കാണുന്നതെങ്കിൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ചിരിക്കുന്ന സ്നേഹമാണ് സ്വർഗമെങ്കിൽ, ആ സ്വർഗമയമാക്കി എന്നെയും നിന്നെയും മാറ്റിയെടുക്കുന്ന ഒരു വലിയ വിജയത്തിൻ്റെ കഥയാണ് ഈശ്വരൻ എനിക്ക് നിങ്ങൾക്കും പറഞ്ഞു തരാനുള്ളത്. വേറൊന്നുമില്ല. അത് പ്രിയപ്പെട്ടവരെ, നമുക്ക് മുമ്പോട്ട് പോകാം. എൻ്റെയും നിൻ്റെയും ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവിനോട് കൂടെ സ്നേഹമയമായി, വേറൊന്നുമില്ല, സ്നേഹമായിട്ട്, പരിപൂർണ സ്നേഹമായിട്ട് പങ്കിടുന്ന മനോഭാവത്തിൻ്റെ പരിപൂർണത. എനിക്കുള്ളത് ആവശ്യക്കാരുടെ മുമ്പിൽ തുറന്നു വെക്കുന്ന മനോഭാവം, എനിക്കുള്ളത് കൊടുക്കുന്ന അനുഭവം. സ്വർഗത്തിനുള്ളത് മുഴുവൻ പിതാവായ ദൈവം പുത്രനിലൂടെ എനിക്ക് നിനക്കും തന്നുവെങ്കിൽ, പിതാവിൻ്റെ സ്വന്തമായി ഒന്നേ ഉള്ളൂ പുത്രൻ മാത്രം. ആ പുത്രനെ മുഴുവനായിട്ട് എനിക്ക് തന്നുവെങ്കിൽ, സ്വർഗം മുഴുവനായി എനിക്ക് തന്നുവെങ്കിൽ, എന്നിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പുത്രനും പിതാവും പരിശുദ്ധാത്മാവും ഒന്നായി എന്നിൽ വസിക്കുന്നുവെങ്കിൽ, സ്വർഗം എന്നിൽ വസിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് കൂടെ നടന്നിരുന്ന മക്കളെ സ്വർഗം ഹൃദയത്തിലാക്കിയെടുക്കുന്ന, സ്വർഗമയമാക്കി മാറ്റുന്ന, ജീവിക്കുന്ന യേശുവിൻ്റെ ചൈതന്യമാക്കി മാറ്റുന്ന ഒരു ജീവിതത്തിന് ധന്യത. അത് തന്നെയാണ് ഈശോ പറഞ്ഞത്, ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ എന്നെയും നിന്നെയും ഞാൻ അവരോധിക്കുന്നു, എന്നെ ഞാൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു എന്നതാ. സ്വർഗം മുഴുവനായിട്ട് ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ ഇന്ന് എന്നെയും നിന്നെയും ഞാൻ ഉപയോഗിക്കുകയാണ്. എന്തിനാ? ലോകം മുഴുവൻ കർത്താവിനെ അറിയാൻ, സർവരും യേശു ആരാണെന്ന് അറിയണം, യേശുവിനെ ലോകത്തിന് പങ്കിടണം. ഈ കൃപയിലേക്ക് എല്ലാവരെയും കടന്നു വരാനായിട്ട്, അല്ലെങ്കിൽ ഈ അനുഭവത്തിൻ്റെ മധുരം രുചിച്ചറിയാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈശ്വരൻ്റെ വലിയ ആശംസകൾ നേർന്നുകൊണ്ട് മൈ ചാൻസ് ഈസ് ഓവർ. പ്രൈസ് ദി ലോർഡ്.